ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള. ജോനാഥൻ നോക്കി നിൽക്കെ പ്രഭു പൂർണ്ണമായി ജാലകത്തിലൂടെ താഴേക്ക് കടന്ന് കോട്ടയുടെ ചെങ്കുത്തായ കരിങ്കൽ ചുമരിലൂടെ പുറത്തേക്ക് ഇഴഞ്ഞിറങ്ങി തുടങ്ങി. പാറയുടെ മുഴുപ്പുകളിലും പരുക്കൻ ഭാഗങ്ങളിലും അള്ളിപ്പിടിച്ച് ഒരു ഉടുമ്പിനെപ്പോലെ തല കീഴോട്ടാക്കി ആ രൂപം അതിവേഗം താഴേക്ക് നീങ്ങുകയായിരുന്നു. ആ ചലനങ്ങൾക്കിടയിൽ അയാളുടെ പുറത്ത് നീണ്ടുകിടന്ന കറുത്ത അങ്കി ഒരു വവ്വാലിൻ്റെ ചിറകുകൾ പോലെ കാറ്റിൽ ഇരുവശത്തേക്കും പറന്നു കളിച്ചു. എന്തൊരു മനുഷ്യനാണ് ഈ ഡ്രാക്കുള പ്രഭു, അതോ മനുഷ്യരൂപം ധരിച്ച മറ്റു വല്ല ജീവിയോ? ജോനാഥൻ ആലോചിച്ചു. കടവായിൽ നിന്ന് കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങിയ രക്തം കട്ടപിടിച്ച പാടുമായി ശവപ്പെട്ടിയിൽ ശയിക്കുന്ന ഡ്രാക്കുള പ്രഭുവും നിഗൂഢതയുടെയും ഭയാനകതയുടെയും ഹിമാവരണത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാർപ്പേത്യൻ മലനിരകളിലെ ഡ്രാക്കുള കോട്ടയും നമ്മുടെ വായനാരാവുകളെ നിദ്രാവിഹീനമാക്കുവാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയാകുന്നു. ഭീതിയുടെ വേദപുസ്തകമായി മാറിയ ക്ലാസിക് കൃതിയുടെ ഈ പുനരാഖ്യാനം തയ്യാറാക്കിയത് മാന്ത്രിക അപസർപ്പക നോവൽ രംഗത്തെ പ്രമാണിയായ ഏറ്റുമാനൂർ ശിവകുമാറാണ്. ബ്രാം സ്റ്റോക്കറുടെ വിശ്വവിഖ്യാതമായ ഡ്രാക്കുള എന്ന കൃതിക്ക് മലയാളത്തിൽ തന്നെ ഇതിനു മുൻപും വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂലകൃതിയുടെ ഉള്ളടക്കം പോലെ ഡയറിക്കുറിപ്പുകളുടെ രൂപത്തിലാണ് മേൽപ്പറഞ്ഞ വിവർത്തനങ്ങളത്രയും പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായാണ് ഈ പുനരാഖ്യാനം. മൂലകൃതിയിലും വിവർത്തനങ്ങളിലും കടന്നുകൂടിയിട്ടുള്ള വൃഥാസ്ഥൂലത ഒഴിവാക്കി പ്രധാന കഥാബിന്ദുവിനെ മാത്രം കേന്ദ്രമാക്കി ഒരൊറ്റ കഥയായി നോവൽ രൂപത്തിൽ ആവിഷ്കരിക്കുകയാണ് ഏറ്റുമാനൂർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിമിത ഭാഷാ സ്വാധീനമുള്ളവർക്ക് പോലും ഒറ്റ വായനയിൽ തന്നെ ഡ്രാക്കുള എന്ന കൃതി മനസ്സിലാക്കാൻ കഴിയുമെന്നും പ്രധാനപ്പെട്ട ഒരൊറ്റ സംഭവവും വിട്ടുകളയുകയോ ഭീകരതയ്ക്ക് തെല്ലെങ്കിലും കോട്ടം തട്ടാതിരിക്കുകയോ ചെയ്യാൻ ആദ്യമാദ്യം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണിക്കുട്ടി. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ഹൊറർ ത്രില്ലർ സ്റ്റോറീസ് ആയിരിക്കും. കഥ കേൾക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ഓരോ കഥയും പല എപ്പിസോഡായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് പരിഗണിച്ചേക്കണേ.